ലഹരിക്കടിമയായ പ്രതി ക്രൂരമായി കൊല ചെയ്ത ഡോക്ടർ വന്ദനദാസിന്റെ ഓർമ്മകൾ ഇനി നാടിന്റെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് കരുത്താകും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി തൂഫാൻ വാരിയറായി വന്ദനയുടെ പിതാവ് കെ.ജി. മോഹൻദാസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഹരിപ്പാട് MLA ഓഫീസിൽ വെച്ച് മോഹൻദാസിനെ തൂഫാൻ വാരിയർ ബാഡ്ജ് ധരിപ്പിച്ചു. ലഹരി ഒരു വ്യക്തിയെ മാത്രമല്ല കുടുംബങ്ങളെയും സമൂഹത്തെയും തകർക്കുന്ന മഹാവിപത്താണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഡോക്ടർ വന്ദനദാസിന്റെ മരണം കേരളം മറക്കാൻ പാടില്ലാത്ത വേദനയാണ്. മറ്റൊരു വന്ദനയും ഈ നാടിന് നഷ്ടമാകരുത്. അതുകൊണ്ടാണ് ലഹരിക്കെതിരായ ഈ പോരാട്ടത്തിൽ ഓരോരുത്തരും പങ്കാളികളാകേണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡോക്ടർ വന്ദനദാസിന്റെ പിതാവാണ്. കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു വ്യക്തിയാണ് ഈ കുട്ടിയെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇന്ന് ഓപ്പറേഷൻ തുഫാൻ കേരളമാകെ ആഞ്ഞടിക്കുമ്പോൾ ശ്രീ മോഹൻദാസ് തൻ്റെ മകളെ ഓർത്തുകൊണ്ട് ഈ ഓപ്പറേഷൻ തുഫാനോടൊപ്പം ചേരുകയും തുഫാൻ വാരിയറായി ബാഡ്ജ് ധരിച്ച് ഒരു സന്ദേശം ലോകത്തിന് നൽകുക. സ്വന്തം മകളെ നഷ്ടപ്പെട്ട വേദന മാറാത്ത ആ കുടുംബം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പോരാട്ടത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ മോഹൻദാസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തുഫാൻ വാരിയറായി അദ്ദേഹം മകളെ സന്തോഷം രേഖപ്പെടുത്തുന്നു. മകളെ നഷ്ടപ്പെട്ട ഒരു പിതാവെന്ന നിലയിൽ ലഹരി സൃഷ്ടിക്കുന്ന ദുരന്തം മറ്റൊരു കുടുംബത്തിനും ഉണ്ടാകരുതെന്നാണ് തന്റെ പ്രാർത്ഥനയെന്ന് മോഹൻദാസ് പറഞ്ഞു. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കും ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ക്യാമ്പയിനും അദ്ദേഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. യുവജനങ്ങളെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സമൂഹം കൈകോർക്കണമെന്നും തന്റെ പിന്തുണ തുടർന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരായ ഞങ്ങളെ പോലെയുള്ളവർക്ക് വളരെ അഭിമാനമുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് പുതിയ ഗവൺമെന്റിന് എല്ലാവിധ ആശംസകളും അറിയിപ്പുകളും പ്രാർത്ഥനകളും എൻ്റെ കുടുംബത്തിൻ്റെയും നാമത്തിൽ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ലഹരിക്കെതിരായ പോരാട്ടം നിയമപാലകരുടെ മാത്രം ദൗത്യമല്ലെന്നും ഓരോ കുടുംബത്തിന്റെയും സാമൂഹിക സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കൂട്ടായ പങ്കാളിത്തം അനിവാര്യമാണെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡോക്ടർ വന്ദനദാസിന്റെ കുടുംബത്തിന്റെ പിന്തുണ ഈ ജനകീയ മുന്നേറ്റത്തിന് വലിയ ആത്മവിശ്വാസവും പ്രചോദനവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി സേവനം ചെയ്യുന്നതിനിടെയാണ് 2023 മെയ് 10 ഡോക്ടർ വന്ദനയെ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് കൊണ്ടുവന്ന പ്രതി സന്ദീപ് കത്രിക കൊണ്ട് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.